നമസ്കാരം. പവനായിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ഡിഷിന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന രീതി ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനോടൊപ്പം വേണ്ടത് ഒരു ക്യാരറ്റ്, ഒരു സവാള, ഇത് രണ്ടും വളരെ ചെറുതായിട്ട് അരിയാൻ കൊണ്ടാണ്. പിന്നീട് വേണ്ടത് ഒരു നേന്ത്രപ്പഴം, നമ്മുടെ നാട്ടിൽ ഏത്തപ്പഴം എന്ന് പറയും, മിക്ക സ്ഥലങ്ങളിലും നേന്ത്രപ്പഴമാണ്. പിന്നെ വേണ്ടത് ഒരു ശകലം നെയ്യ്, ഇത്രയും മാത്രം മതി. നമുക്ക് ഈ സവാള വളരെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. വളരെ നൈസായിട്ട് നമ്മൾ ഈ ഓംലെറ്റിനൊക്കെ അരിയുന്നത് പോലെ വളരെ നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതോടൊപ്പം ഈ ക്യാരറ്റിനും അതേപോലെ തന്നെ അരിഞ്ഞെടുക്കാനാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും കൂടി മറക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഇതേപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വളരെ തീരെ നൈസായിട്ടാണ് ക്യാരറ്റ് അരിഞ്ഞെടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് നേന്ത്രപ്പഴവും കൂടി അരിഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഈ നേന്ത്രപ്പഴവും നമുക്ക് ക്യാരറ്റ് അരിഞ്ഞ അതേ രീതിയിൽ തന്നെ വളരെ ചെറുതായിട്ട് റൗണ്ടിൽ അരിഞ്ഞിട്ട് അത് വീണ്ടും ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് മാറ്റി വയ്ക്കുക. അതിനുശേഷം വേണം നമ്മൾ ആദ്യം കുഴച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തിയുടെ മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്ന അതേ രീതിയിൽ തന്നെ ഈ മാവൊന്ന് പരത്തിയെടുക്കുക. തീരെ നൈസാക്കരുത്, ഒരു ശകലം കട്ടിക്ക് ഈ മാവ് നമുക്കിനി ഒന്ന് പരത്തിയെടുക്കണം. ഇങ്ങനെ ചപ്പാത്തി പരത്തിയതിന് ശേഷം നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, സവാള, നേന്ത്രപ്പഴം ഇവ കൈകൊണ്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തിയുടെ സെൻട്രലായിട്ട് കുറച്ച് കോരി വയ്ക്കുക. ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മളങ്ങോട്ട് വാരി വെച്ചതിന് ശേഷം ഇത് നമ്മൾ അങ്ങ് പൊതിഞ്ഞ് ഉരുട്ടിയെടുക്കുക. സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി ഇത് നമ്മളങ്ങ് പൊതിഞ്ഞെടുക്കണം. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഇതങ്ങോട്ട് വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മടക്കുക. അല്ല, ഒരു സൈഡ് മടക്കിയിട്ട് ചുരുട്ടി എടുക്കുകയോ ചെയ്യുക. ഇതേപോലെയാണ് നമ്മളിപ്പം ചുരുട്ടി വെച്ചിരിക്കുന്നത്. റോളിൻ്റെ കൂട്ട് നമ്മളിപ്പം ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇതിനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഒരു ചെറിയ ഇഡലിക്കുട്ടകത്തിലോട്ട് വെച്ച് ഇത് നമുക്കിനി ഒന്ന് പുഴുങ്ങിയെടുക്കാം. നമ്മൾ ഇഡലിക്കുട്ടകത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ വേകുന്ന ഇതുവരെ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇതിപ്പം വെന്തിരിക്കുകയാണ്, നല്ലതുപോലെ വെന്തതാണ്. ഇനി ഇത് നമുക്കൊരു കത്തി കൊണ്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം. അതിപ്പം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ കാണിക്കുക. ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കുക. ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു രീതിയിലും ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, മാവ് നല്ലതുപോലെ പരത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് വേറൊരു പീസ് എടുത്ത് മണ്ടയിലോട്ട് വെച്ച് സൈഡ് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒരു തവ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരല്പം നെയ്യ്, നമ്മൾ വറുത്തെടുക്കാനുള്ള പീസുകൾ മുങ്ങി നിൽക്കരുത്, അതിൻ്റെ ചുവട്ടിൽ പറ്റുന്ന രീതിയിൽ മാത്രം മതി. അതിലേക്ക് നമ്മൾ ഈ പീസുകൾ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. വെച്ച് നല്ലതുപോലെ മൊരിയുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നെയ്യിൽ എല്ലാം മൊരിച്ചെടുത്തിരിക്കുകയാണ്. അതായത് കണ്ടില്ലേ, രണ്ട് രീതിയിലുള്ള ഡിഷാണിത്. ഒന്ന് നമ്മൾ പീസാക്കിയതും ഇപ്പുറത്ത് കാണുന്നത് നമ്മൾ മാവ് പരത്തിയിട്ട് ആ മിക്സി ഉള്ളിൽ വെച്ച് സൈഡ് പ്രസ് ചെയ്തെടുത്ത ആ ഒരു ഇതുമാണ്. ഈ രണ്ട് ഇതായിട്ടാണ് ഇപ്പം ഈ കാണുന്നത്. ഇനി പറയാനുള്ളത് ഒരു റിക്വസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യാൻ മറക്കരുത്.
അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.